എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ഇക്കൊല്ലം ജൂൺ 7-ാം തീയതി, അതായത് നാളെയാണ് കേരളത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാലാണ് പെരുന്നാൾ ജൂൺ 7-ാം തീയതിയായത്. ഈദുൽ അദ്ഹ, അതുപോലെ ബക്രീദ്, വലിയ പെരുന്നാൾ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സ്നേഹത്തിൻ്റെ കൂടി ഓർമ്മകളാണ് വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത്. സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ ആഘോഷിച്ചത്. അതേസമയം എല്ലാവർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സ്മരണ പുതുക്കിക്കൊണ്ടാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നതെന്ന് അദ്ദേഹം പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നു. അതേസമയം ബലിപെരുന്നാൾ എന്നാൽ ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ഈ ദിനം ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ ആദ്യ പുത്രനായ ഇസ്മയിലിനെ അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പ്രതീകമായാണ് ഈ ദിനം ഇസ്ലാം മത വിശ്വാസികൾ കണക്കാക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ബലിപെരുന്നാൾ എന്ന പേര് വന്നതെന്നും കരുതപ്പെടുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും കൂടി ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഈ വിശ്വാസത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അന്നേ ദിവസം ഇസ്ലാം മത വിശ്വാസികൾ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നടത്താറുണ്ടെന്നാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. സാധാരണഗതിയിൽ ഇസ്ലാം മത വിശ്വാസ പ്രകാരമുള്ള ദുൽഹജ് മാസത്തിലെ 10-ാം ദിവസമാണ് ബലിപെരുന്നാളായി ആചരിച്ചു വരുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ബക്രീദ് ആഘോഷം നടക്കാറുള്ളത്. തനിക്കുള്ളത് ഉപേക്ഷിക്കുക, തൻ്റേത് കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൊടുക്കുക, അതുപോലെ ദരിദ്രർക്ക് ദാനം നൽകുക എന്നിങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ഈ സമയത്താണ് ചെയ്യുന്നതെന്നാണ് ആഘോഷത്തിൻ്റെ അടിസ്ഥാന തത്വം. ഇന്നേ ദിവസം ബലി അർപ്പിക്കുന്ന ആടിനെ 3ആയി ഭാഗിച്ച് ഒരു വിഹിതം ബലി അർപ്പിക്കുന്നവർക്ക്, മറ്റൊരു ഭാഗം ബന്ധുമിത്രാദികൾക്കും, ഒരു ഭാഗം പാവപ്പെട്ടവർക്കും നൽകുക എന്നതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ദാനധർമ്മങ്ങൾക്കും ഈ ദിനം പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട്. 400 ഗ്രാം സ്വർണത്തേക്കാൾ കൂടുതൽ സമ്പത്തുള്ള ഓരോ ഇസ്ലാം മത വിശ്വാസിയും ബലി നൽകണമെന്നാണ് പ്രമാണം. എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ബലിപെരുന്നാൾ ശരിക്കും നിറമുള്ള ആഘോഷങ്ങളുടെ പേരിൽ നടത്തുന്ന ഒന്നല്ല. ചെറിയ പെരുന്നാളിന് എന്നതുപോലെയുള്ള വർണ്ണാഭമായ ആഘോഷങ്ങളല്ല ഈ ദിനം നൽകാറുള്ളത്. ഏതെങ്കിലും ഒരു ആഘോഷം എന്നതിലുപരി തന്നെ ഈ ദിനം ഓർമ്മപ്പെടുത്തലിനെ സൂചിപ്പിക്കുന്നതാണ്. ത്യാഗത്തിൻ്റെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.